നീ കഞ്ചാവാണോ എന്ന് അധ്യാപകന്റെ ചോദ്യം. തലകറങ്ങി വീണ കൂട്ടുകാരനൊപ്പം നിന്നതിന് അടിയും അപമാനവും. ഒരു 7ാം ക്ലാസ്സുകാരന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സഹപാഠികളുടെ മുന്നിൽ വെച്ചുള്ള അധ്യാപകന്റെ ശകാരം. ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് അതിൻ്റെ അപമാനഭാരവും പേറിയാണ് വീട്ടിലെത്തിയത്. അവൻ പിന്നെ സ്കൂൾ യൂണിഫോമിൽ തന്നെ വീട്ടിൽ തൂങ്ങി മരിച്ചു. അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതാണ് കുട്ടിയെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ കുട്ടിയുടെ ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാട്ടൂരിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയായ പ്രജിത്തിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷമാണ് പ്രജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അധ്യാപകരുടെ മാനസിക പീഡനമാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നു. സഹപാഠിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ക്ലാസ്സിലെത്താൻ വൈകിയതിന് അധ്യാപകർ പ്രജിത്തിനെ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ലഹരി ഉപയോഗിച്ചോ എന്ന് പരസ്യമായി ചോദിച്ചുവെന്നും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റ്സ് പബ്ലിക് സ്കൂളിനെതിരെയാണ് ഗുരുതര ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ 3-4 പിള്ളേരെ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ക്ലാസ് ടീച്ചറും ഒരു ഡ്രിൽ മാസ്റ്ററും പല പ്രാവശ്യം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടത് അറിയുകയും ചെയ്യാം. അത് പല സഹപാഠികളിൽ നിന്നും അറിയാനും പറ്റി. പക്ഷേ ഈ നടന്ന അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരന് തലകറക്കം വന്നപ്പോൾ അവനെയും കൊണ്ട് ഒരു തണലിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചു. ഈ സമയത്ത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ടീച്ചർ പല പ്രാവശ്യവും ഓരോ അപഖ്യാതി വരുത്തുന്നുണ്ട്. ഈ തലവേദനയായിട്ട് കിടന്ന കുട്ടിയെ ഈ സ്കൂളിൽ നിന്നും മിസ്സായെന്നും പറഞ്ഞ് അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. ഇത് കേട്ടാണ് ഈ കുട്ടി ഓടി വരുന്നത്. ഓടി വന്ന് ഈ തലകറക്കം മാറാനായിട്ട് മുഖം കഴുകിയപ്പോൾ കണ്ണ് ചുമന്നെന്നും പറഞ്ഞ് ഒരു ടീച്ചർ പറയുന്നത് നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധ മാർച്ച് നടത്തി. SFI പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് സ്കൂളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നായിരുന്നു ആവശ്യം. നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും കുട്ടികളുടെ മൊഴിയെടുക്കുമെന്നും ഡിവൈഎസ്പി ബി വിജയൻ അറിയിച്ചു. പ്രാരംഭഘട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം. എന്നിരുന്നാൽ തന്നെയും ഉന്നയിക്കപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സമഗ്രമായിട്ട് പരിശോധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്ത ശേഷം നാട്ടുകാർ തീരദേശ റോഡ് ഉപരോധിച്ചു. ന്യൂസ് 18 ആലപ്പുഴ.